എടി വൃത്തിട്ടോളെ ഇതുവരെ കഴിഞ്ഞില്ലേ? ഒരു പറ ചോറെന്നെ ഇപ്പൊ മിണിങ്ങി കുത്തിരിക്കണ്ടാവുമല്ലോ. ഈ പരിപാടി ഒന്നും കഴിഞ്ഞില്ല. ഒരു പണി കഴിഞ്ഞിട്ടില്ല. ഒരു പ്ലേറ്റ് ചോറിനോ തിന്നാൻ ഉണ്ടാവൂല മുന്നില്. മാത്രമാണ് ആയിരിക്കണത്. കഴുകിയിട്ടില്ല, തുടച്ചിട്ടില്ല. ചീച്ചാലേ മാത്ത് നോക്കുക. ആരുടെ ചേച്ചി ഫോൺ എടുത്തത്? ആരുടെ ചേച്ചിയുടെ ഫോൺ എടുത്തതെന്ന്? ആരുടെ ചേച്ചി ഫോൺ എടുത്തത്? മുണ്ടടി അടുത്ത അന്തപ്പണിട്ട് വരട്ടാ. അന്നേരം ഞാൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. ഞാന് വീർത്തിട്ട സാധനം മനുഷ്യന്മാരെ ജീവനം തൊലക്കാനായിട്ട് ഉണ്ടായതാ. തള്ളനോ അങ്ങോട്ട് കൊണ്ടേ കുരുത്തി തള്ളയെ കൊന്നിട്ട് അങ്ങോട്ട് പുറത്തേക്കാടിയത്. ഇവിടെ ഇന്ത്യ കൂടി ഇടപെടൊക്കെ ആയിട്ട് വന്നിക്കുക. നാശം പിടിച്ചോളൂ. ചാടി കീഴിടിച്ചേളി. കാറിന് നോവും. അങ്ങോട്ട് അമർത്തി അമർത്തി തൊടക്കടി വടക്കേ തുറക്കേ. ഇങ്ങനെ കാണുമ്പോ തന്നെ ദേഷ്യം വരുള്ളൂ. എനിക്ക് പോയിക്കൂടറി. ഇതെടി വടക്കണത്. തമ്പരാട്ടി പിന്നെ മുന്തിയ അമർത്തി തുറക്കടി. ആകെ ഒരു ഞായറാഴ്ച എന്തെല്ലാം പണി അവിടെ കിടക്കുന്നുണ്ട്. പൊടിയാത്ത് അപ്പ വരുന്നുണ്ട്. പറയണ്ട, വണ്ടി തുടച്ചിട്ട് അതായില്ലേ. നിങ്ങക്ക് എങ്ങോട്ടും പോവാണ്ടെങ്കിലേ അവള് ചെയ്യും. അതാ അവിടുന്ന് ടി വി കാണണം. പറഞ്ഞാ കൂടെ കേൾക്കൂല. ഞാൻ എന്തേലും പറഞ്ഞ ഇനി രണ്ടാനമ്മ പോലടിച്ചാണെന്ന് പറയും. എനിക്ക് വയ്യേ. വണ്ടിയൊക്കെ തുടച്ച കൊടുത്ത കുഞ്ഞുമാക്ക് എന്തൊക്കെ പണിയുണ്ട് ഇവിടെ വേറെ തന്നെ. ഒക്കെ മോളൊക്കെ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണ്ട കുഞ്ഞുമാനെ കേട്ടോ. ശരിക്ക് തുറക്കണേ. ഇപ്പൊ അതിനോട് ദേഷ്യം വരും. പിന്നെ എന്താ കുഞ്ഞമ്മ? ഞാൻ പഠിക്കായിരുന്നു. എന്റെ കളക്ടർ ഉദ്യോഗത്തിനാ പഠിക്കണത്. ഈ അടുക്കള തൂത്ത് തുടച്ച് വൃത്തിയാക്കാൻ എന്തിനാടി വൃത്തിയട്ടകളെ പറപ്പടിപ്പ്? എന്റെ തള്ളവിടെ ഉണ്ടല്ലോ എന്നെ പഠിപ്പിച്ച് രാജകുമാരി ആക്കാന്. എന്റെ തള്ള കിടക്കുന്നത് കബറിലാ. ഓണല്ലത്തോട് വൃത്തിയാക്കടി. എത്രയാണ് എനിക്ക് ഇപ്രാവശ്യം മാത്സില് മാർക്ക്? 25-20. ഞങ്ങാണീ പകല് പഴുന്ന് പുസ്തകം തുറന്ന് വായിച്ചു പഠിക്കണ കണ്ട അന്റെ കയ്യും കുറെ തല്ലടിക്കും. ജന്തു. മിസ് പറഞ്ഞു വീട്ടിന്ന് ഹോംവർക്ക് ചെയ്യാനാ. ഓളേക്കാണ് അവിടുത്തെ മിസ്, ഞാനാണ് ഇവിടുത്തെ മിസ്. പഠിക്ക എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അത് അവിടെ, ഇങ്ങോട്ട് വേണ്ട. ഇവിടെ അടുക്കളയിലും പുറത്തൊക്കെ പണിയുണ്ട്. ഓ നാശം പിടിച്ചോളാം. തള്ള നേരത്തെ കാലത്തെ പോയതുകൊണ്ടാ ഈ നാശം പിടിച്ച സാധനം തലയിൽ വന്ന് പെട്ടത്. നാശമേ നിന്റെ കുട്ടിനോട് ഈ ഇങ്ങനെ പെരുമാറണേലേ? ഇപ്പൊ ഞാൻ അത് കണ്ടു വന്നതുകൊണ്ട്. മോളെ ഇങ്ങനെയാണോ കുഞ്ഞമ്മ നിന്നോട് ഇങ്ങനെ പെരുമാറല്? ഇങ്ങനെയൊക്കെ തന്നെയാണോ പറയല്? ഒരു കാര്യം മനസ്സിലാക്കടി. ഞാനേ എന്റെ മോളെ ഉമ്മ മരിച്ചിട്ട് പെണ്ണില്ലാതെ കുടുങ്ങിയിട്ടല്ല എന്നെ കെട്ടിയത്. ഒരു പെണ്ണില്ലാതെ ഉറങ്ങാൻ കഴിയായിട്ടല്ല. എന്റെ കുട്ടിക്കൊരു ഉമ്മ വേണം.
അത് ഓളെ പെറ്റമ്മ അല്ലെങ്കിലും ഒരു സ്ത്രീന്റെ കൂടെ അവൾ വളരണം. ഒരു പെൺകുട്ടിയാണ്. അത് കരുതിയിട്ടാണ് ഞാൻ ഒരു കല്യാണം കഴിച്ചത്. അതുകൊണ്ടാ സ്വത്ത് മുതലൊന്നും ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ കെട്ടിക്കൊണ്ടുവന്നത്. അറിയോ? അതിന് മറ്റൊരു സംഗതികൾ ഉണ്ടായത് എനിക്ക് എന്റെ കുട്ടിനെ നോക്കാൻ ഒരാൾ വേണമെന്നുള്ളത് മാത്രം. അതിന് ഞാൻ എന്റെ ജീവിതം കൊടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് ഈ ഇത്ര പോകുന്ന ഒരു കുട്ടിനോട് ഈ ഉളുപ്പുണ്ടടി എനിക്ക് ഉണ്ടോ? ഇത്ര പോകുന്ന ഒരു കുട്ടിനോട് അന്നെക്കാട്ടിൽ എത്ര വയസ്സ് കുറഞ്ഞതാ? അന്റെ മോളാകാനുള്ള പ്രായം തന്നെയല്ലേ ഉള്ളൂ. എന്നിട്ട് ഈ കുട്ടിനെ കൊണ്ട് ഇവിടുത്തെ പണി മുഴുവൻ എടുപ്പിക്കുക, ദ്രോഹിക്കുക, അല്ലേ? എന്തൊക്കെ ഈ പറഞ്ഞ ഞാൻ അവിടെ മുറ്റത്തുനിന്ന് കേട്ടല്ലോ. ആ കുട്ടിനെ മരിച്ചുപോയ ഉമ്മാനെ കവറിൽ കിടക്കണ ഉമ്മാനെ വരെ ഈ പറഞ്ഞില്ലടി. ഓ നിനക്ക് നൊന്തില്ലേ? നൊന്തടി. നിന്റെ കൂടെ 5-8 കൊല്ലം കഴിഞ്ഞതാ ഓളമ്മ. അത് എനിക്ക് നോവും. ഈ 1.5 കൊല്ലം ആയിട്ടുള്ളൂ. മതി, എന്താ സാധനങ്ങൾ വെച്ചെടുത്തോ, പോവാ. മതി, ഇനി ഇവിടെ അല്ല, പുറപ്പെട്. എന്താ മോളെ? കുഞ്ഞുമ്മ ഇവിടെ നിന്നോട്ടെ. കുഞ്ഞുമ്മ ഇവിടെ നിക്കണ് ഇതിനല്ലേ? കുഞ്ഞുമ്മ എന്റെ ഉമ്മാനെ പോലെ തന്നെ കാണുന്നത്, കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ. കേട്ടോടി, കേട്ടോ? ഒരുമ്പട്ടോളെ ഈ ഇത്ര പോന്ന ഈ കുട്ടിന്റെ ഒരു അന്തവും ബുദ്ധിയും കൂടി എനിക്ക് ഉണ്ടായടി ഉണ്ടോ? നോക്ക്, ഈ കുട്ടി പറഞ്ഞേക്ക് കേട്ടോ, ഇവിടെ നിന്നോട്ടെ, എനിക്കിഷ്ടാണെന്ന്. എന്നിട്ട് ആ കുട്ടിനെ ഉള്ള കുതിര ഈ ഇങ്ങനെ ഇങ്ങനെ ദ്രോഹിച്ചും പീഡിപ്പിച്ചും ഇത് എന്നോട് എന്ത് തെറ്റാ ചെയ്ത്? ഈ പാവൊക്കെ എവിടെ കൊണ്ടായോടി കഴുകി കളയാ? മോളുവാ.